ഇന്ത്യയിൽ ഗതാഗതത്തിന് ജനങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് കാശ് ചിലവാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കുറഞ്ഞ പക്ഷം ഒരു 75 രൂപ 80 രൂപ ഒരു ദിവസം ബസ് ചാർജ് മാത്രം ചിലവാകും. ഈ 80 രൂപ സേവ് ചെയ്യുന്നത് ഒരു മാസം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 80 രൂപയാണെങ്കിൽ 10 ദിവസം 800 രൂപയായി, 30 ദിവസം 2400 രൂപയായി. ഈ 2400 രൂപ സേവ് ചെയ്യാമെന്ന് നമ്മൾ ഇരിക്കുന്നതിന് പകരം അവരത് സ്പെൻഡ് ചെയ്യും. അവർ സ്പെൻഡ് ചെയ്യുന്നത് ലൂലു മാളിൽ പോയി സാധനം മേടിക്കാനല്ല, റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോകാനുമല്ല, തൊട്ടടുത്തുള്ള ജംഗ്ഷനിലെ ഏതെങ്കിലും ചെറിയ കച്ചവട പീടിക, പലചരക്ക് പീടികയിൽ 2000 രൂപ 2500 രൂപ കൂടുതലായിട്ട് അവർ മുടക്കുകയാണ്. ഇങ്ങനെ മുടക്കുമ്പോൾ അവിടെയും ആ പണം ചെലവാകുന്നു. അവർ വീണ്ടും അവിടെ ആ ചെറിയ പീടികയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പണം കിട്ടുന്നു, അവരും അതനുസരിച്ച് പണം ചെലവാക്കുന്നു. അങ്ങനെ ഈ 2500 എന്നുള്ളത് ഒരു മാസത്തിനിടയ്ക്ക് തീർച്ചയായിട്ടും ഒരു 25,000 എങ്കിലും ഒരു 10 മടങ്ങ് കൈമാറി 25,000 രൂപയുടെ ബിസിനസ് അവിടെ നടക്കുകയാണ്. മാത്രമല്ല, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് താലൂക്കുകൾ മാറി സ്ത്രീകൾക്ക് തൊഴിൽ തേടിപ്പോകാനും ഇനി അല്ല അവരുടെ വരുമാന മാർഗം തേടിപ്പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.